ഈ വാർത്താപ്പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. 79ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ രാജ്യം. ആണവ ഭീഷണി ഉയർത്തിയ പാകിസ്ഥാന് ചുട്ട മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന പ്രസംഗം. ഭീഷണി തുടർന്നാൽ ലക്ഷ്യങ്ങൾ സായുധസേന തീരുമാനിക്കും. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പുനഃപരിശോധിക്കില്ല എന്നും മോദി വ്യക്തമാക്കി. അമേരിക്കയുടെ തീവ്ര യുദ്ധത്തിന് സ്വാശ്രയത്വത്തിലൂടെ മറുപടി നൽകുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ നടപടിയിന്മേൽ തുടർച്ചയായുള്ള പാകിസ്ഥാന്റെ ആണവ ഭീഷണിക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നറിയിപ്പ് നൽകി. ദുസ്സാഹസങ്ങൾക്ക് പാകിസ്ഥാൻ മുതിർന്നാൽ മറുപടി ഇന്ത്യ നൽകുമെന്ന് പ്രധാനമന്ത്രി. न्यूक्लियर ब्लैकमेल लंबे अरसे से चलाया, अब वो ब्लैकमेल नहीं सहा जाएगा. सेना जो तौर तरीके तय करे उस तौर तरीके से, सेना जो लक्ष्य तय करे उस लक्ष्य को अब हम अमल में ला करके रहने वाले हैं. ആണവ ഭീഷണി തുടർന്നാൽ സായുധസേന സ്വന്തം ലക്ഷ്യങ്ങൾ തീരുമാനിക്കും. അത് നടപ്പിലാക്കുന്നത് സർക്കാർ ഉറപ്പാക്കും. ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഞെട്ടലിൽ നിന്ന് പാകിസ്ഥാൻ കരകയറിയിട്ടില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. हमारी सेना ने वो करके दिखाया जो कई दशकों तक कभी हुआ नहीं था. सैकड़ों किलोमीटर दुश्मन की धरती पर घुस करके आतंकी हेडक्वार्टर्स को मिट्टी में मिला दिया. ഭീകരവാദികളെയും ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നവരെയും രണ്ടായി കാണാൻ കഴിയില്ല. രാജ്യത്തെ കർഷകർ വെള്ളത്തിനു വേണ്ടി ദാഹിക്കുമ്പോൾ പാകിസ്ഥാനിലെ കൃഷിഭൂമികൾക്ക് വെള്ളം നൽകിയിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാകിസ്ഥാന്റെ വീരവാദങ്ങൾക്കാണ് മോദിയുടെ മറുപടി. 24 ഡൽഹി. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ വൻ പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി. ദീപാവലി സമ്മാനമായി ഉൽപ്പന്നങ്ങൾക്ക് വില കുറയ്ക്കുന്ന GST പരിഷ്കരണം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഇടത്തരക്കാരെ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ നീക്കമാണിത്. യുവാക്കൾക്കായി 1 ലക്ഷം കോടി രൂപയുടെ തൊഴിലവസര പദ്ധതിയും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഗാന്ധി സ്മൃതിയിൽ ആദരമർപ്പിച്ച ശേഷമായിരുന്നു പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷം ത്രിവർണ്ണ പതാക ഉയർത്തി. തുടർച്ചയായി 12ാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ വൻ പ്രഖ്യാപനങ്ങളാണ് പ്രധാനമന്ത്രി നടത്തിയത്. യുവാക്കൾക്കായി 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് ഇന്ന് തുടക്കം. आज 15 अगस्त के ही दिन मेरे देश के युवाओं के लिए 1 लाख करोड़ रुपए की योजना हम चालू कर रहे हैं, लागू कर रहे हैं. പദ്ധതി അനുസരിച്ച് സ്വകാര്യ മേഖലയിൽ ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്ന യുവാക്കൾക്ക് സർക്കാരിൽ നിന്നും 15,000 രൂപ ലഭിക്കും. 3.5 കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ദീപാവലി സമ്മാനമായി GST പരിഷ്കരണം നടപ്പാക്കുമെന്നും പ്രധാനമന്ത്രി. हम नेक्स्ट जनरेशन GST रिफॉर्म्स लेकर के आ रहे हैं. ये दिवाली के अंदर आपके लिए तोहफा बन जाएंगे. सामान्य मानवीय की जरूरतों के टैक्स भारी मात्रा में कम कर दिए जाएंगे. ഈ വർഷം അവസാനത്തോടെ മെയ്ഡ് ഇൻ ഇന്ത്യ സെമി കണ്ടക്ടർ ചിപ്പുകൾ വിപണിയിലെത്തുമെന്നും പ്രധാനമന്ത്രി. ബഹിരാകാശ നിലയത്തിൽ നിന്നും തിരിച്ചെത്തിയ ശുഭാൻശു ശുക്ല ഉടൻ ഇന്ത്യയിലെത്തുമെന്നും വൈകാതെ തന്നെ ഇന്ത്യയും സ്വന്തം ബഹിരാകാശ നിലയം സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2035ഓടെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷ വികസിപ്പിക്കാനും ശത്രുക്കൾക്ക് ശക്തമായും കൃത്യതയോടെയും തിരിച്ചടി നൽകാൻ തദ്ദേശീയ ആയുധങ്ങൾ വികസിപ്പിക്കാനുമുള്ള പ്രതിരോധ ദൗത്യമായ സുദർശന ചക്ര ദൗത്യവും പ്രധാനമന്ത്രി തന്റെ 104 മിനിറ്റ് നീണ്ടുനിന്ന റെക്കോർഡ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു. 24 ഡൽഹി. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ RSSനെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി. RSSന്റെ 100 വർഷം നിസ്വാർത്ഥ സേവനത്തിന്റെ കാലമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. അതിനിടെ പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന പോസ്റ്ററിൽ ഗാന്ധിക്കു മുകളിൽ സവർക്കർ ഇടം പിടിച്ചത് വിവാദമായി. आज से 100 साल पहले
एक संगठन का जन्म हुआ, राष्ट्रीय स्वयंसेवक संघ। व्यक्ति निर्माण से राष्ट्र निर्माण के संकल्प को लेकर के 100 साल तक मां भारती का कल्याण का लक्ष्य लेकर के लक्षावधि स्वयंसेवकों ने मातृभूमि के कल्याण के लिए अपना जीवन समर्पित किया। ചെങ്കോട്ട പ്രസംഗത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ RSS പ്രശംസ. സമൂഹത്തിന്റെ ക്ഷേമം ഹൃദയത്തിൽ കരുതി രാജ്യം കെട്ടിപ്പടുക്കുന്നതായിരുന്നു RSSന്റെ നൂറ്റാണ്ട് നീണ്ട യാത്ര. RSSന്റെ ചരിത്രത്തിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. RSSനെ പ്രകീർത്തിച്ചുള്ള പ്രസംഗത്തിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. ബ്രിട്ടീഷുകാർക്കെതിരെ RSS പൊരുതിയിട്ടില്ലെന്നും യഥാർത്ഥ സ്വാതന്ത്ര്യ സമര പോരാളികളെ അപമാനിക്കുന്നതാണ് പ്രസംഗമെന്നും കോൺഗ്രസ് ലോക്സഭാംഗം മാണിക്യം ടാഗോർ പറഞ്ഞു. അതിനിടെ സുരേഷ് ഗോപി സഹമന്ത്രിയായിരിക്കുന്ന പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയ സ്വാതന്ത്ര്യദിന പോസ്റ്ററും വിവാദമായി. ഗാന്ധിജിയുടെ ചിത്രത്തിന് മുകളിൽ സവർക്കറിന്റെ ഫോട്ടോ ഉൾപ്പെടുത്തിയാണ് മന്ത്രാലയം പോസ്റ്റർ ഇറക്കിയത്. നീക്കം യാദൃശ്ചികമല്ല, കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. നേരത്തെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് വിപുലീകരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി തറക്കല്ലിട്ട കോളേജിന് സവർക്കറിന്റെ പേര് നൽകിയത് വിവാദമായിരുന്നു. 24 ഡൽഹി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തും വിപുലമായ ആഘോഷ ചടങ്ങുകൾ. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടണമെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. വിവിധ ജില്ലകളിൽ മന്ത്രിമാർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. ജനാധിപത്യവും മതേതരത്വവും ഓർമ്മിപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം. ജാതി മതാതി വേർതിരിവുകൾക്കെല്ലാം അതീതമായ മനുഷ്യ മനസ്സുകളുടെ ഒരുമയാണ് ഇന്ത്യ എന്ന വികാരത്തിൻ്റെ അടിത്തറ. മതനിരപേക്ഷത, ജനാധിപത്യം തുടങ്ങിയ ഭരണഘടനാ മൂല്യങ്ങളും പരിരക്ഷിച്ച് ശക്തിപ്പെടുത്തി നാം മുൻപോട്ടു പോകും. പോലീസ് സേനാ മെഡലുകൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. ജില്ലകളിൽ വിവിധ മന്ത്രിമാർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇപ്പോൾ അഭിവാദ്യമർപ്പിച്ച് കടന്നുപോകുന്നു. വോട്ടർ പട്ടിക ക്രമക്കേട്, കന്യാസ്ത്രീകളുടെ അറസ്റ്റ് തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി മന്ത്രിമാരുടെ പ്രസംഗം. വോട്ടർ പട്ടികയിൽ തന്നെ അട്ടിമറികൾ നടക്കാനും വ്യാജ തിരിച്ചറിയൽ രേഖകൾ ചമച്ച് തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ വികലമാക്കാനും ആരെങ്കിലും ശ്രമിച്ചാൽ അവർ അത്യന്തികമായി വെല്ലുവിളിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെയും മഹത്തായ ഭരണഘടനയെയും അതുവഴി നമ്മുടെ പവിത്രമായ ദേശീയതയെയുമാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന ആരാധനാ സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും ന്യൂനപക്ഷങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല എന്ന പ്രഖ്യാപനമാണ് നമ്മൾ ഇന്ന് ഛത്തീസ്ഗഡിൽ കണ്ടത്. സമാനതകളില്ലാത്ത ക്രൂരതയാണ് അവിടെ നടന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഇരകളാണ് മലയാളികളായ 2 കന്യാ സ്ത്രീകൾ. എന്നാൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കേണ്ട ഭരണഘടനാ സ്ഥാപന മേധാവികൾ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന നടപടികളാണ് കൈക്കൊള്ളുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലും വിവിധ സ്ഥാപനങ്ങളിലും സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. സ്വാതന്ത്ര്യദിനത്തിൽ ഭരണഘടന ഓർമ്മിപ്പിച്ച് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. മതസ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്ന ഉറപ്പാണെന്നും എന്നാൽ അത് ധ്വംസിക്കപ്പെടുന്ന കാലത്താണ് നാം ജീവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് എല്ലാ തരത്തിലും അസമത്വം നിലനിൽക്കുന്ന അഥവാ അസമത്വത്തിന്റെ പാരതന്ത്ര്യത്തിലാണ് ഇന്നും നാം നിൽക്കുന്നത്. മതസ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും ഹനിക്കപ്പെടുന്ന അനേക സന്ദർഭങ്ങൾക്കൂടെ നമ്മൾ കടന്നുപോകും. ഇത് ആർഷഭാരതത്തിന് ഒരു അപമാനമാണ്. ഇവിടെ ഭൂരിപക്ഷം ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുകയും അതിൻ്റെ മേൽ മനുഷ്യന്റെ സ്വതന്ത്രമായിരിക്കുന്ന ജീവിതത്തിൻ്റെ മേൽ കൈവയ്ക്കുകയും ചെയ്യുന്നത് മതസ്വാതന്ത്ര്യത്തിൻ്റെ മേൽ കൈവയ്ക്കാൻ മാത്രമല്ല ഭരണഘടനയുടെ നഗ്നമായ ലംഘനവുമാണ്. സ്വാതന്ത്ര്യം എന്നാൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ല, സാംസ്കാരിക സ്വാതന്ത്ര്യവും ഉൾപ്പെടുമെന്ന് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പ്രതികരിച്ചു. മതസ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടണം. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ അസമത്വം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ലല്ലോ, സാംസ്കാരിക സ്വാതന്ത്ര്യം. സാംസ്കാരിക സ്വാതന്ത്ര്യത്തിലാണ് മതസ്വാതന്ത്ര്യം, ഭാഷാ സ്വാതന്ത്ര്യം,
സ്ത്രീ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം ഒക്കെ ഉൾക്കൊള്ളുന്നു. ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടും. സ്വാതന്ത്ര്യം എവിടെ നിഷേധിക്കപ്പെടുന്നുവോ അവിടെ സംഘർഷങ്ങളുണ്ടാകും, സംഘടനകളുണ്ടാകാം, അതുപോലെ തന്നെ അസമാധാനം വിളയാകും. അപ്പോൾ അതുകൊണ്ട് സ്വാതന്ത്ര്യം എല്ലാ തലങ്ങളിലും സംരക്ഷിക്കുവാനുള്ള ഒരു താല്പര്യവും ഒരു കരുതലുമാണ് നമുക്കെപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. അലാസ്കയിൽ നിർണായക ചർച്ചകൾ. മൂന്നര വർഷമായി തുടരുന്ന യുക്രൈൻ യുദ്ധത്തിന് ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിലൂടെ അവസാനമാകുമെന്ന പ്രത്യാശയിലാണ് ലോകം. അലാസ്കയിലെ ആങ്കറേജിൽ ഇന്ന് രാത്രിയിലാണ് ലോകം കാത്തിരിക്കുന്ന കൂടിക്കാഴ്ച. ഇരു രാഷ്ട്ര നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേദിയാകുന്ന അലാസ്കയിലെ ആങ്കറേജിൽ നിന്ന് 24 പ്രതിനിധി മധു കൊട്ടാരക്കരയുടെ റിപ്പോർട്ടിലേക്ക്. യുക്രൈനിൽ സമാധാനം കൊണ്ടുവരുവാനും അവിടുത്തെ യുദ്ധം പറഞ്ഞ് അവസാനിപ്പിക്കാനുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായിട്ടുള്ള ഉച്ചകോടിയുടെ അവസാന തയ്യാറെടുപ്പുകൾ ഇവിടെ അലാസ്കയിലെ ആങ്കറേജിലെ സൈനിക കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെയാണ് വാഷിംഗ്ടണിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് യാത്ര തിരിക്കുന്നത്. 11 മണിയോടുകൂടി വ്ളാദിമിർ പുടിനും ഇവിടെ എത്തും. 11:30 ഇരുവരും തമ്മിലുള്ള ചർച്ച ഒരു അടച്ചിട്ട മുറിയിൽ നടക്കുക. മറ്റാർക്കും അവിടെ പ്രവേശനമില്ല. ഒരു വലിയൊരു സംഘം ഉദ്യോഗസ്ഥർ പുടിനോടൊപ്പം ഉണ്ടാകും. ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തും അദ്ദേഹത്തെ സഹായിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു പട തന്നെ ഉണ്ടാകും. ഉച്ച കഴിഞ്ഞ് ഏതാണ്ട് 3:30 രണ്ട് നേതാക്കളും ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയും ചെയ്യും. വ്ളാദിമിർ പുടിൻ ഇന്ന് വലിയ രീതിയിൽ ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ശ്രമങ്ങളെ സമാധാനം തിരിച്ചു കൊണ്ടുവരാനും രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതും അതുപോലെ യൂറോപ്യൻ മേഖലയിൽ സമാധാനം കൊണ്ടെത്തിക്കാനും ലോകത്തെമ്പാടും സമാധാനം കൊണ്ടുവരാനും ട്രംപ് ശ്രമിക്കുന്നുണ്ടെന്ന് എടുത്തു പറയുകയുണ്ടായി. അതേസമയം ഈ ചർച്ചയിൽ വലിയ പ്രതീക്ഷയാണ് ഡൊണാൾഡ് ട്രംപ് വെച്ച് പുലർത്തുന്നത്. ഈ ചർച്ച ഇല്ലാതാകുവാനുള്ള സാധ്യത 25% മാത്രമാണ് കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതൊരു ചെസ് ഗെയിം പോലെയാണെന്നാണ് പറയുന്നത്. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞാൽ ഒരു ത്രികക്ഷി ചർച്ച സെലൻസ്കിയും കൂടെ ഉൾപ്പെടുത്തി ആയിരിക്കും നടത്തുക. അതോടുകൂടി യുക്രൈനിൽ ഒരു ശാശ്വത പരിഹാരം എത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഡൊണാൾഡ് ട്രംപ്. അലാസ്കയിലെ ആങ്കറേജിലെ വൈറ്റ് ഹൗസ് മീഡിയ റൂമിൽ നിന്ന് മധു കൊട്ടാരക്കര, 24. ലോകം കാത്തിരിക്കുന്ന സമാധാനത്തിലേക്ക് നീങ്ങുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ഉച്ചകോടി റിപ്പോർട്ട് ചെയ്യുന്നത് മധു കൊട്ടാരക്കരയാണ്. അവിടെ നിന്ന് തത്സമയം റിപ്പോർട്ടുകൾ എത്തിക്കുന്ന ഏക മലയാളം വാർത്താ ചാനൽ കൂടിയാണ് 24. അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ എല്ലാ ബുള്ളറ്റിനിലും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. മറ്റൊരു പ്രധാന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയും അദ്ദേഹത്തിൻ്റെ ക്ലബ്ബും ഇന്ത്യയിലേക്ക് വരുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന ഒരു പ്രധാന വിവരം. AFC ചാമ്പ്യൻസ് ലീഗ് അതിൻ്റെ ഭാഗമായി അൽ നസർ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. FC ഗോവയും ഒരേ ഗ്രൂപ്പിലാണ്. അപ്പോൾ ആ ടീമും CR7 ഇന്ത്യയിലേക്ക് വരും എന്നതാണ് ഏതാണ്ട് ഏറെക്കുറെ ഈ ഘട്ടത്തിൽ വരുന്ന ഏതാണ്ട് സ്ഥിരീകരണമുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിലേക്ക് എത്താൻ സാധ്യത. AFC ചാമ്പ്യൻസ് ലീഗ് 2 റൊണാൾഡോയുടെ അൽ നസറും FC ഗോവയും ഒരേ ഗ്രൂപ്പിലാണ്. അൽ നസറിന് ഗോവയ്ക്കെതിരെ ഇന്ത്യയിൽ മത്സരം ഉണ്ടാകാനാണ് സാധ്യത. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. അനിൽ, ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണം എവിടെ നിന്നാണ് ഉണ്ടാകേണ്ടത് ഇക്കാര്യത്തിൽ? ഈ ഫുട്ബോൾ ആരാധകർക്ക് വലിയ സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ CR7 ആരാധകർക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു വിവരമാണ്. മെസ്സി വരില്ല എന്ന് ഏതാണ്ട് ഉറപ്പിച്ചു. ആ ഘട്ടത്തിലാണ് ഇനിയിപ്പോൾ CR7 യാത്രയെപ്പറ്റി, സന്ദർശനത്തെ പറ്റിയുള്ള അടുത്ത ഘട്ടം ചർച്ചകൾ തുടങ്ങുന്നത്, അല്ലേ? കുഴപ്പം അല്ലെങ്കിൽ അക്കാര്യം ഏറെക്കുറെ ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ച ഒരു ഘട്ടത്തിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരുപക്ഷെ വലിയ ആഹ്ലാദിക്കുന്ന ഒരു തരത്തിലുള്ള ഫുട്ബോൾ ആരാധകർ സന്തോഷം നൽകുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. ഇതിന്റെ ആധാരം എന്ന് പറയുന്നത് AFC ചാമ്പ്യൻസ് ലീഗ് 2 അതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നസറും ഇന്ത്യയിൽ നിന്നുള്ള FC ഗോവയും ഒരേ ഗ്രൂപ്പിലാണ് വരുന്നത്. ഇന്ന് മലേഷ്യയിൽ വെച്ചായിരുന്നു
ഈ ഡ്രോ ഉണ്ടായിരുന്നത്, അതായത് ഈ നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു. ആ നറുക്കെടുപ്പിൽ ഗ്രൂപ്പ് ഡിയിലാണ് അൽ നസറും എഫ്സി ഗോവയും വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ഹോം ആൻഡ് എവേ മത്സരങ്ങൾ ചാമ്പ്യൻസ് ലീഗ് പോലെ ശരി, ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട് അനിൽ. അല്പസമയത്തിനകം ആ വാർത്തയിലേക്ക് വീണ്ടും വരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിലേക്ക് എത്താൻ സാധ്യത എന്നതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വിവരം. AFC ചാമ്പ്യൻസ് ലീഗ് 2 റൊണാൾഡോയുടെ അൽ നസറും എഫ്സി ഗോവയും ഒരേ ഗ്രൂപ്പിലാണ്. അൽ നസറിന് ഗോവയ്ക്കെതിരെ ഇന്ത്യയിൽ മത്സരം ഉണ്ടായേക്കുമെന്നാണ് വരുന്ന സൂചനകളൊക്കെ. അതിൻ്റെ ഒരു സ്ഥിരീകരണം അല്പസമയത്തിനകം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. അഭിനേതാക്കളുടെ സംഘടന അമ്മയെ ആര് നയിക്കുമെന്ന് ഇന്നറിയാം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ് മത്സരം. ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടെയാണ് അമ്മയിലെ ഭാരവാഹി തിരഞ്ഞെടുപ്പ്. എല്ലാവരും ഒരുമിച്ച് ചേർന്നുള്ള തെരഞ്ഞെടുപ്പെന്നും ഐക്യത്തോടെ മുന്നോട്ട് പോകുമെന്നും മോഹൻലാൽ. നമ്മുടെ മെമ്പേഴ്സിന്റെ അഭിപ്രായം അനുസരിച്ച് ഒരു കമ്മിറ്റി വരും. അത് നല്ല രീതിയിൽ അമ്മ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകും. എല്ലാവരും കൂടെ ചേർന്ന് ഏറ്റവും നല്ല ഒരു ഭരണം കാഴ്ചവെക്കുന്ന ആണ് എൻ്റെ വിശ്വാസം. തികഞ്ഞ വിജയപ്രതീക്ഷ എന്ന സ്ഥാനാർത്ഥികൾ. മത്സരിക്കുന്ന എല്ലാവർക്കും ഭയങ്കര വിജയപ്രതീക്ഷയാണ്. അപ്പോൾ അതേപോലെ തന്നെ എനിക്കും. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു സംഘടനയ്ക്ക് വേണ്ടി അണിനിരക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. ചെയ്യാത്ത ചില കാര്യങ്ങൾക്കൊക്കെ എന്നെ വെറുതെ കരുവാരി തേച്ച് ഞാൻ അങ്ങനെയൊക്കെ ഇത്രയും ഒരു ഡേർട്ടി പൊളിറ്റിക്സ് ഇതിനകത്ത് ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ടും പറയാൻ ഞാൻ ഇലക്ഷനിൽ നിൽക്കില്ല. തന്റെ പത്രിക മനഃപൂർവ്വം തള്ളിയതാണെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാം മനസ്സിലാകുമെന്നുമായിരുന്നു ജോയ് മാത്യുവിന്റെ പ്രതികരണം. പത്രിക തള്ളിച്ചതാ, ഞാൻ എക്സിക്യൂട്ടീവ് മത്സരിക്കുന്നുണ്ടല്ലോ. 4 മണിയോടെയായിരിക്കും അന്തിമ ഫലം പുറത്തുവരിക. ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം. രവീന്ദ്രനും കുക്കു പരമേശ്വരനുമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥികൾ. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 24 കൊച്ചി. വോട്ടെടുപ്പ് 1 മണിക്ക് പൂർത്തിയായിട്ടുണ്ട്. 296 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. വൈകിട്ട് 4 മണിയോടെ ഫലപ്രഖ്യാപനം ഉണ്ടാകും. YS അഭിനന്ദ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അഭിനന്ദ്, ഈ വോട്ടെണ്ണൽ എപ്പോഴായിരിക്കും തുടങ്ങുക? വിജയകുമാർ, താരസംഘടന അമ്മയുടെ തലപ്പത്തേക്ക് ആരെന്നുള്ള നിർണായകമായ ചോദ്യത്തിന് ഉത്തരം 4 മണിയോടുകൂടി ലഭിക്കും. 4 മണിക്കായിരിക്കും വാർത്താ സമ്മേളനം നടക്കുക. ആകെ 506 അംഗങ്ങളുള്ള സംഘടനയിൽ 298 വോട്ടുകളാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവസാനത്തെ വോട്ട് നടൻ ഗിന്നസ് ബക്രുവിൻ്റേതായിരുന്നു. 1 മണിവരെയായിരുന്നു തെരഞ്ഞെടുപ്പ്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച തെരഞ്ഞെടുപ്പ് 1 മണിയോടുകൂടി അവസാനിച്ചു. പ്രധാനപ്പെട്ട താരങ്ങളായ കുഞ്ചാക്കോ ബോബനും ടൊവിനോ തോമസ് തുടങ്ങിയ താരങ്ങളൊന്നും വോട്ട് ചെയ്തിട്ടില്ല എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിവാദ വിഷയങ്ങളുള്ള പ്രതികരണവും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്നിരുന്നു. ആരോപണ വിധേയർ മത്സരിക്കരുതെന്നുള്ള ആദ്യഘട്ടത്തിൽ ഉള്ള ഒരു ആരോപണത്തിലായിരുന്നു ബാബുരാജ് നാമനിർദ്ദേശ പത്രിക അടക്കം പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഇന്ന് ബാബുരാജിന്റെ പ്രതികരണം വന്നു. ആരോപണം തെളിഞ്ഞാൽ അഭിനയം നിർത്തുമെന്നാണ് ബാബുരാജ് ഇന്ന് പ്രതികരിച്ചിട്ടുള്ളത്. 2 മണിയോടുകൂടി വോട്ടെണ്ണൽ നടപടികൾ ആരംഭിക്കും. അതിനുശേഷം 3:30 കൂടിയിട്ട് വോട്ടെണ്ണൽ പൂർത്തിയാകും. 4 മണിയോടുകൂടി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഭരണാധികാരിയുടെ നേതൃത്വത്തിലായിരിക്കും വോട്ടെണ്ണൽ നടക്കുക. കുക്കു പരമേശ്വരനും രവീന്ദ്രനും തമ്മിലാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വാശിയേറിയ പോരാട്ടമാണ് നടന്നതെന്നാണ് ഇവിടെയുള്ള താരങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത്. മോഹൻലാൽ വോട്ട് രേഖപ്പെടുത്തി മടങ്ങി. എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഈ തെരഞ്ഞെടുപ്പോടുകൂടി പരിഹാരമാകുമെന്നും ഐക്യത്തോടുകൂടി മുന്നോട്ട് നയിക്കുമെന്നാണ് മോഹൻലാൽ വ്യക്തമാക്കി. എന്തായാലും അമ്മയുടെ തലപ്പത്തേക്ക് ആരെന്ന ചോദ്യത്തിന് ഉത്തരം 4 മണിയോടുകൂടി വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കും. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. 4 മണിക്കാണ് വാർത്താ സമ്മേളനം. ഈ താരസംഘടനയെ ഇനി ആര് നയിക്കുമെന്ന് അപ്പോഴറിയാം. 2 മാസമായി ശമ്പളമില്ല എന്ന് ആരോഗ്യമന്ത്രിയോട് പരാതി പറയാനെത്തിയ താൽക്കാലിക ജീവനക്കാർക്കെതിരെ കേസ്. മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്കെതിരെയാണ് സംഘം ചേർന്ന് ബഹളം വെച്ചെന്നും സംഘർഷ സാധ്യതയുണ്ടാക്കിയെന്ന പേരിലും കേസെടുത്തത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KK അനിൽരാജിന്റെ പരാതിയിലാണ് ഈ നടപടി. 2 മാസമായി ശമ്പളമില്ല. ആ വിഷമം ആരോഗ്യമന്ത്രിയോട് പറയാനെത്തിയപ്പോൾ പോലീസ് കേസും. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരുടെ അവസ്ഥയാണിത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയത്. ശേഷം നിപ്പ രോഗിയെ സന്ദർശിക്കാനായി എത്തിയപ്പോൾ വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ള താൽക്കാലിക ജീവനക്കാർ കൂട്ടം ചേർന്ന് ശമ്പളമില്ലാത്ത കാര്യം പറയാനും അനുഭവിക്കുന്ന വിഷമങ്ങൾ പറയാനും ശ്രമിച്ചു. മന്ത്രിക്കൊപ്പം CPIM പ്രവർത്തകരുമുണ്ടായിരുന്നു. പരാതി പറയുന്നതിനിടയിൽ പ്രവർത്തകർ ജീവനക്കാരെ തടയാൻ ശ്രമിച്ചത് ബഹളത്തിന് കാരണമായി. ഈ സംഭവത്തിലാണ് താൽക്കാലിക ജീവനക്കാർക്കെതിരെ മാത്രം പോലീസ് കേസെടുത്തിരിക്കുന്നത്. സംഘം ചേർന്ന് ബഹളം വയ്ക്കുക, സംഘർഷ സാധ്യതയുണ്ടാക്കി എന്നതിലാണ് കേസ്. സുരക്ഷാ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തത് സംഘർഷ സാധ്യതയുണ്ടാക്കിയെന്ന് FIR-ൽ പറയുന്നു. 200ഓളം താൽക്കാലിക ജീവനക്കാർക്കാണ് 2 മാസമായി ശമ്പളമില്ലാത്തത്. ഇപ്പോഴിതാ പോലീസ് കേസും. 24 മലപ്പുറം.
പനി ബാധിച്ച് 4ാം ക്ലാസ്സുകാരി മരിച്ച സംഭവത്തിൽ കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിക്കെതിരെ പരാതിയുമായി കുടുംബം. മെഡിക്കൽ കോളേജിലേക്ക് വേഗത്തിൽ എത്തിക്കാതെ ചികിത്സ വൈകിപ്പിച്ചു എന്നാണ് കുടുംബത്തിന്റെ പരാതി. താമരശ്ശേരി താലൂക്ക് ആശുപത്രിക്കെതിരെ അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. ഒരു 3:30 ആയപ്പോഴാണ് കുട്ടി ഇത്രയും ഇതായിട്ട് കാണിക്കുക. അതുവരെ ഒരു ട്രിപ്പും ഒരു വോമിക് കൈൻഡ് എന്ന് പറഞ്ഞ ഒരു ഗുളിയെ മാത്രമേ നാക്കിനടിയിൽ വെച്ചിട്ടുള്ളൂ. വേറൊരു ചികിത്സ കുട്ടിക്ക് കൊടുത്തിട്ടില്ല. എന്താണെങ്കിലും അവർക്ക് ആശുപത്രിക്കാർക്ക് അറിയാലോ, ഒരു കൊച്ചിന്റെ രോഗാവസ്ഥ കാണുമ്പോൾ അറിയാലോ, രോഗലക്ഷണം കാണിക്കില്ല, എന്ത് അസുഖമാണെങ്കിലും. അതിൻ്റെതായ ഒരു ചികിത്സ കൊടുത്തിട്ടില്ല. ചികിത്സ കിട്ടിയിട്ടുണ്ട്, ഈ ട്രിപ്പ് ഇട്ടിട്ടുണ്ട്, ഈ ഒരു ഗുളികയും കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിനുള്ള ചികിത്സ എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും കൊച്ചിന് എന്താ പറ്റിയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. എന്ത് അസുഖത്തിലാണ് ആ കൊച്ചിന്റെ ജീവൻ പോയത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. എന്നാൽ ചികിത്സ വൈകിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, ഇതിൽ മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഇത്രയും ഗുരുതരമായ ആരോപണം ആശുപത്രിക്കെതിരെയുണ്ട്. എന്താണ്, ഏതുതരം പനിയാണ് ആ കുട്ടിക്ക് ബാധിച്ചത് എന്നതിലൊരു വ്യക്തതയില്ല. ആ വീട്ടിൽ തന്നെ മറ്റുള്ളവരും ഏതാണ്ട് സമാനമായ രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടി എന്നൊക്കെ റിപ്പോർട്ടുകൾ ഇന്നലെ ഉണ്ടായിരുന്നു. എന്താണ് ഇക്കാര്യത്തിൽ സംഭവിച്ചതെന്നാണ് നമ്മൾ അന്വേഷണത്തിൽ കണ്ടെത്തിയത് മിഥില? വിജയകുമാർ, ഇന്നലെ 10:15 ഈ കുട്ടിയെ പനിയെ തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് അവിടെ നിന്നും ചികിത്സ നൽകി. പക്ഷേ 3 മണിയായ ആ സമയത്താണ് ഇത്തരത്തിൽ കുട്ടിയുടെ ആരോഗ്യാവസ്ഥ മോശമായത്. ഇതിനെ തുടർന്ന് അവിടെ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തിലാണിപ്പോൾ കുടുംബം പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്നത് താലൂക്ക് ആശുപത്രിക്കെതിരെ പറയുന്ന ആരോപണമാണ്. ചികിത്സ നൽകിയിട്ടുണ്ട്, പക്ഷേ അതേസമയം തന്നെ ഇത്തരത്തിൽ കുട്ടിയുടെ അവസ്ഥ മോശമായ സമയത്ത് വളരെ വേഗത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള ഒരു നടപടി ഉണ്ടായില്ല. ഏറെ സമയം താലൂക്ക് ആശുപത്രിയിൽ തന്നെ ഈ കുട്ടിയെ അവിടെ കിടത്തി എന്ന ഒരു ആരോപണം, ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ഈ കുടുംബം ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂപ്രണ്ടുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, പനിയായിട്ട് സാധാരണ OPയിൽ വരുന്നത് പോലെ വന്ന ഒരു രോഗിയാണ്. അതുകൊണ്ട് തന്നെ OPയിൽ വരുന്ന രോഗിക്ക് നൽകേണ്ട എല്ലാ ചികിത്സയും അവിടെ നൽകിയിട്ടുണ്ട്. കുട്ടിയുടെ അവസ്ഥ മോശമായ ആ സമയത്ത് തന്നെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പറയുന്നത് പോലെയുള്ള ചികിത്സ വൈകിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിൽ വൈകലോ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് ആശുപത്രിയുടെ ഒരു വിശദീകരണമായി സൂപ്രണ്ട് പറയുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്ന ആ സമയത്തു തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ അന്വേഷണ റിപ്പോർട്ട് സൂപ്രണ്ട് DMOക്ക് കൈമാറിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ കുട്ടിയുടെ പനിയുമായി ബന്ധപ്പെട്ടാണ്. ഈ വീട്ടിലെ തന്നെ 2 പേർക്ക്, ഈ കുട്ടിയുടെ സഹോദരങ്ങൾ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് പനിയായിട്ട്. ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഇത് ഏത് തരത്തിലുള്ള ഒരു പനിയാണ് എന്നത് വ്യക്തമാവുകയുള്ളൂ. വിജയകുമാർ. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. അനധികൃത സ്വത്ത് സമ്പാദന ആരോപണങ്ങൾക്ക് പിന്നിൽ പോലീസിലെ ഗൂഢാലോചനയെന്ന ADGP MR അജിത് കുമാറിന്റെ മൊഴി. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം PV അൻവറിനെ കണ്ടുവെന്ന് അജിത് കുമാറിന്റെ മൊഴിയിലുണ്ട്. മൊഴി പകർപ്പ് 24 ലഭിച്ചു. പോലീസിന്റെ വയർലെസ് സന്ദേശം ചോർന്നതുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് PV അൻവർ സ്ഥിരീകരിച്ചു. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് അതിരൂക്ഷ വിമർശനത്തോടെ കോടതി തള്ളിയതിന് പിന്നാലെയാണ് MR അജിത് കുമാറിന്റെ മൊഴി വിവരങ്ങളുടെ പകർപ്പ് പുറത്തു വന്നത്. PV അൻവറുമായി സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് അനുനയ ചർച്ച നടത്തിയെന്നാണ് മൊഴി. അൻവർ ഉന്നയിച്ച സംശയങ്ങൾ ദൂരീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടു. തനിക്കെതിരായുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ പോലീസ് ഉദ്യോഗസ്ഥരടങ്ങിയ ഗൂഢാലോചനയെന്നും തനിക്കെതിരായ വ്യാജരേഖകൾ ചമച്ചത് പോലീസിൽ നിന്നെന്നും അജിത് കുമാർ മൊഴിയിൽ ആരോപിക്കുന്നുണ്ട്. അന്വേഷണം വേണമെന്നും അജിത് കുമാർ ആവശ്യപ്പെട്ടു. ആരോപണം ഉന്നയിച്ചത് PV അൻവറിന്റെ വഴിവിട്ട ഇടപാടുകൾക്ക് വഴങ്ങാത്തതിനാലാണെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. അതേസമയം വയർലെസ് സന്ദേശം ചോർന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരുന്നു കൂടിക്കാഴ്ചയെന്നും പച്ചക്കള്ളം പറഞ്ഞ അജിത് കുമാർ ഷാജൻ സ്കറിയെ രക്ഷിച്ചുവെന്നും PV അൻവർ. അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അദ്ദേഹത്തിന്റെ കള്ളത്തരം, അദ്ദേഹം ഒരു നൊട്ടോറിയസ് ക്രിമിനൽ എന്നായി പറഞ്ഞ് ഞാൻ ഇപ്പോഴും മാറുന്നില്ല. എന്തിനാണ് ഈ ചങ്ങാതിയെ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോഴും താങ്ങി നിർത്തുന്നത്? പോലീസിനെ നിയന്ത്രിക്കുന്നത് ഉപജാപക സംഘമെന്ന പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പോലീസിനെയും നിയന്ത്രിക്കുന്നത് ഉപജാപക സംഘമാണ്. പോലീസിന്റെ ഹൈറാർക്കിക്ക് ഒരു കാര്യമില്ല, ഈ ഉപജാപക സംഘമാണ് നിയന്ത്രിക്കുന്നത്. ഫ്ളാറ്റ് മറച്ചു വിറ്റ് ലാഭം നേടിയിട്ടില്ലെന്നും വീട് നിർമ്മിക്കുന്നത് ഭാര്യാപിതാവ് നൽകിയ ഭൂമിയിലാണെന്നും മൊഴിയിൽ അജിത് കുമാർ പറയുന്നു. 24 തിരുവനന്തപുരം. കോഴിക്കോട് തൊരായിക്കടവിൽ തകർന്ന പാലത്തിന്റെ തുടർ നിർമ്മാണം നിർത്തിവെക്കണമെന്ന ആവശ്യം. കരാർ കമ്പനിയുടെ വീഴ്ച അന്വേഷിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സദീഖ് കിഴക്കയിൽ 24നോട് പ്രതികരിച്ചു. അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ കർശന നടപടിയെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. കൃത്യസമയത്ത് പണി പൂർത്തിയാക്കാനായില്ല. ഇതിപ്പോൾ നിർമ്മാണ ഘട്ടത്തിൽ തകർന്നു വീഴുകയും ചെയ്തു.
ഇനി എന്ന് പാലം പണി പൂർത്തിയാകുമെന്ന ആശങ്കയിലാണ് തോരായിക്കടവ് നിവാസികൾ. ഞങ്ങൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല. ഏതായാലും കുറച്ച് മാസങ്ങൾക്ക് ആവുമ്പോഴേക്ക് ഇത് പൂർത്തീകരിക്കും വിചാരിച്ചാ. സ്വപ്നം ഒരു സാക്ഷാത്കരിക്കാൻ പോകുന്ന നിമിഷത്തിലാണ് ഇങ്ങനെ സംഭവിച്ചത്. ഏകദേശം ഈ കമ്പനിക്ക് 18 മാസം കൊണ്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാലത്തിൻ്റെ പണി കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഏകദേശം 2 വർഷം കഴിഞ്ഞ് ഇതിൻ്റെ പണി തുടങ്ങിയിട്ട്. കരാർ കമ്പനി കോടതി വഴിയാണ് കരാർ നേടിയെടുത്തതെന്നും വീഴ്ചയുണ്ടായോ എന്ന് അന്വേഷിച്ച ശേഷം നിർമ്മാണം തുടർന്നാൽ മതിയെന്നുമാണ് ചേമഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിലപാട്. ഇവർ കോടതിയിൽ പോയിട്ടാണ് അവർ വർക്ക് വാങ്ങിയിട്ടുള്ളത്. എന്തായാലും ഇതിനെ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഒരു അനുഭവം കൂടി വന്നു ചേർന്നപ്പോൾ ഇത് കൃത്യമായി ഇതിൻ്റെ അന്വേഷണം നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തതും അതുപോലെ തന്നെ കൃത്യമായാണോ ഇതിൻ്റെ വർക്ക് നടത്തുന്നതൊക്കെയുള്ള ഒരു അന്വേഷണം നടത്തി അതിനുശേഷം ബാക്കി പണി തുടങ്ങുന്നതായിരിക്കും നന്നാവാണെന്ന്. കരാർ കമ്പനിയുടെ കാര്യത്തിൽ മുൻവിധികൾ വേണ്ടെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത്. നമുക്ക് നോക്കാം റിപ്പോർട്ട്. നമ്മളൊരു ഒരു മുൻവിധിയോടുകൂടി ഞാൻ പറയുന്നില്ല. എന്തായാലും അതിനോടൊന്നും ഒരു കോംപ്രമൈസും ചെയ്യില്ല. നിർമ്മാണത്തിൽ അഴിമതി ഉണ്ടെന്ന് ആരോപിച്ച് KSU വിജിലൻസിന് പരാതി നൽകി. പൊതുമരാമത്ത് വകുപ്പിനും PMR കൺസ്ട്രക്ഷൻ കമ്പനിക്കുമെതിരെ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. സമയബന്ധിതമായി പണി പൂർത്തിയാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി നിർമ്മാണം ശരിയായ രീതിയിലാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പണി പൂർത്തിയാക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. വിഷ്ണു കച്ചേരിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ജമ്മുകാശ്മീരിലെ കിഷ്ത്വാറിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണം 65ആയി. 68 പേരെ കാണാനില്ല എന്നാണ് വിവരം. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ജമ്മുകാശ്മീർ മുഖ്യമന്ത്രിയെയും ലഫ്റ്റനന്റ് ഗവർണറെയും ഫോണിൽ വിളിച്ച് പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ചാണ് രാവിലെ മുതൽ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചത്. ഭീമൻ പാറക്കല്ലുകളും കടപുഴുകിയ മരങ്ങളും വൈദ്യുത തൂണുകളും കൂടുതൽ മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് നീക്കം ചെയ്യാൻ തുടങ്ങി. മജയിൽ മാതാ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലെ വാഹനങ്ങൾ എത്തുന്ന അവസാനത്തെ ഗ്രാമമാണ് ചൊസിദി. ഇന്നലെ ഉച്ചയ്ക്ക് 12:30യോടെയാണ് മിന്നൽ പ്രളയമുണ്ടായത്. ജൂലൈ 25-ന് തുടങ്ങിയ തീർത്ഥാടന യാത്രയ്ക്കായി നിരവധി പേർ ചൊസിദിയിലെത്തിയിരുന്നു. സെപ്റ്റംബർ 5-നായിരുന്നു യാത്ര അവസാനിക്കേണ്ടിയിരുന്നത്. 8.5 കിലോമീറ്റർ ദുർഘടം പിടിച്ച വഴിയിലൂടെ വേണം ക്ഷേത്രത്തിലേക്ക് എത്താൻ. ഇതുവരെ ദുരന്തത്തിൽ പരിക്കേറ്റ 167 പേരെ സേനകൾ രക്ഷപ്പെടുത്തി. 69 പേരെ കാണാതായി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയം. 16 വീടുകളും സർക്കാർ മന്ദിരങ്ങളും 3 ക്ഷേത്രങ്ങളും പാലവും നിരവധി വാഹനങ്ങളും മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. 24 ഡൽഹി. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരത്തിനൊരുങ്ങി BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കേന്ദ്ര നേതൃത്വത്തെ K. സുരേന്ദ്രൻ ഇക്കാര്യം അറിയിച്ചു. തൃശൂരിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് കോർ കമ്മിറ്റിയിൽ പ്രാഥമിക ചർച്ചകൾ നടന്നു. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ BJP പ്രതിരോധത്തിലായതിനു പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കാൻ ഒരുക്കമെന്ന് K. സുരേന്ദ്രൻ. LDF UDF ആരോപണങ്ങളിൽ സുരേഷ് ഗോപിക്ക് പൂർണ്ണ പിന്തുണയുമായി സുരേന്ദ്രൻ തൃശൂരിലെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന BJP കോർ കമ്മിറ്റി മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നില്ല എങ്കിലും കേന്ദ്ര നേതൃത്വത്തെ സുരേന്ദ്രൻ മത്സര സന്നദ്ധത അറിയിച്ചു. തൃശൂരിൽ മത്സരിക്കാൻ സുരേന്ദ്രനെ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ വെല്ലുവിളിച്ചിരുന്നു. സുരേന്ദ്രന്റെ മത്സര സന്നദ്ധതയോട് സന്ദീപ് വാര്യരുടെ പ്രതികരണം ഇങ്ങനെ: ഞാൻ ഈ നേരത്തെ BJP പ്രവർത്തിച്ചുകൊണ്ടേ എനിക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. സുരേന്ദ്രനെ ഒരു കമ്മിറ്റിക്ക് പോലും അവിടെ വിളിക്കുന്നില്ല. പിന്നെ സുരേന്ദ്രൻ കേന്ദ്ര കമ്മിറ്റിയിൽ ആരെ അറിയിക്കാനാണ്? BJPയുടെ പ്രോട്ടോകോൾ പ്രകാരം അങ്ങനെ കേന്ദ്ര കമ്മിറ്റി കേന്ദ്രത്തിൽ ആരെ വിളിച്ചു പറയാനാണെന്നേ? വെറുതെ ചുമ്മാ ഓരോ വാർത്ത ഉണ്ടാക്കി. സുരേന്ദ്രന്റെ ആളുകൾ തന്നെ നിങ്ങൾക്ക് ഓരോ ഇൻപുട്സ് തരുന്നു. അത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ വെറുതെ വാചകോടിയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. മണലൂരിൽ KK അനീഷ് കുമാർ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. പുതുക്കാട് ശോഭാ സുരേന്ദ്രൻ, ഒല്ലൂരിൽ ജസ്റ്റിൻ ജേക്കബ്, ഇരിങ്ങാലക്കുടയിൽ ജേക്കബ് തോമസ്, ഗുരുവായൂരിൽ ശങ്കൂട്ടിദാസും മത്സരിക്കുമെന്നാണ് പ്രാഥമികമായ നിഗമനം. പാർട്ടിയുടെ ശക്തി എന്തെന്ന് തെളിയിക്കണമെന്ന് കോർ കമ്മിറ്റിയിൽ നേതാക്കൾക്കിടയിൽ ആവശ്യമുയർന്നു. 24 തൃശൂർ. കാസർഗോഡ് ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ കോൺഗ്രസ് ക്രമക്കേട് നടത്തിയെന്ന ആരോപണവുമായി BJP. കോൺഗ്രസ് ജില്ലാ നേതാവ് PU മല്ലികാർജുന്റെ ഭാര്യയ്ക്കും മകനും ഇരട്ട വോട്ടും 2 ID കാർഡും ഉണ്ടെന്നാണ് പരാതി. മധൂർ പഞ്ചായത്തിലും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലും ഇരട്ട വോട്ടുകളെന്ന് BJP ആരോപിച്ചു. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും. കാസർഗോഡ് നിന്ന് അരുൺ, എന്താണ് ഇക്കാര്യത്തിൽ BJPയുടെ ആരോപണം? തെളിവുകൾ നിരത്തിയാണോ BJP ഇക്കാര്യം ഉന്നയിക്കുന്നത്? വിജുമാർ, കാസർഗോഡ് വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് കണ്ടെത്തുന്നുണ്ട്. ഇന്നലെ നമ്മളിപ്പോൾ കോടോംബേളൂർ പഞ്ചായത്തിലെ 11, 12 വാർഡുകളിലെ ക്രമക്കേടാണ് പുറത്തു കൊണ്ടുവന്നത്. ഇന്നിപ്പോൾ മധൂർ പഞ്ചായത്തിലെയും അതുപോലെ തന്നെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ നടന്ന ക്രമക്കേടുകളുടെ വിവരങ്ങൾ പുറത്തു വരുന്നു.
കോൺഗ്രസ് ജില്ലാ നേതാവിന്റെ ഭാര്യയ്ക്കും മകനും ഇരട്ട വോട്ടുകളും 2 ID കാർഡും ഉണ്ടെന്ന ആരോപണമാണ് ഇപ്പോൾ പുതുതായി പുറത്തുവരുന്നത്. അതിന്റെ തെളിവുകൾ ഉൾപ്പെടെയാണ് BJP ഈ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. മല്ലികാർജ്ജുനൻ PUവിന്റെ ഭാര്യയ്ക്കും മകനും 2 ID കാർഡുകളുണ്ട്. ഉഷ എസും രാഹുൽ അർജുൻ യു എന്നിവർക്കാണ് ഇരട്ട വോട്ടും ഇരട്ട ID കാർഡും. അതായത് മധൂർ പഞ്ചായത്തിലും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലുമാണ് ഈ ഇരട്ട വോട്ടും ID കാർഡും ഉള്ളത്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ ഉഷ എസിന് 10ാം വാർഡിൽ 794 നമ്പറിലാണ് വോട്ടുള്ളത്. രാഹുൽ അർജുൻ യുവും 10ാം വാർഡിൽ 794 നമ്പറിലാണ് വോട്ടുള്ളത്. മധൂർ പഞ്ചായത്തിലാകട്ടെ ഉഷയ്ക്ക് 8312ഉം രാഹുൽ അർജുന് 8312. ഇങ്ങനെയാണ് ഈ വാർഡിൻ്റെയും വീട്ടു നമ്പറും ഒക്കെ ഉള്ളത്. ഇതിൽ വ്യാപകമായ ക്രമക്കേട് നടന്നു എന്നാണ് ഇപ്പോൾ BJPയുടെ ആരോപണം വന്നിട്ടുള്ളത്. ഇക്കാര്യത്തിൽ പ്രാദേശിക കോൺഗ്രസ് നേതാവുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇന്നലെ തന്നെ ഈ വോട്ട് ഇത്തരത്തിൽ ക്രമക്കേട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷേ അത് തിരുത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരട്ട വോട്ടും ID കാർഡുകളൊക്കെ ഉണ്ടായതെന്ന് കോൺഗ്രസ് നേതാവിൻ്റെ വാദം അങ്ങനെയാണ്, വിശദീകരണം അങ്ങനെയാണ്. പക്ഷേ മധൂർ പഞ്ചായത്ത്, കാസർഗോഡ് മുനിസിപ്പാലിറ്റി, മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ വ്യാപകമായ ക്രമക്കേട് നടന്നു, വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിജയകുമാർ. അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് നിന്ന്. കർണാടക ധർമ്മസ്ഥലയിൽ മലയാളി പെൺകുട്ടിയുടെ മൃതദേഹം മറവു ചെയ്തിട്ടുണ്ട് എന്ന് മുൻ ശുചീകരണ തൊഴിലാളി വാർത്താ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തൽ. വിമർശകർ ക്ഷമയോടെ കാത്തിരിക്കണമെന്നും തെളിവുകൾ ലഭിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും മുൻ ശുചീകരണ തൊഴിലാളി പറഞ്ഞു. 2 ആഴ്ചയായി തുടരുന്ന മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധനയിൽ 2 സ്പോട്ടുകളിൽ നിന്ന് മാത്രമാണ് അസ്ഥികൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനു പിന്നാലെ സാക്ഷിക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ശക്തമാകുമ്പോഴാണ് കൂടുതൽ വെളിപ്പെടുത്തൽ. മലയാളി പെൺകുട്ടിയുടെ മൃതദേഹം താൻ മറവു ചെയ്തിട്ടുണ്ട്. ഈ സ്പോട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കാട്ടിക്കൊടുത്തു. എന്നാൽ ഇവിടമാകെ പാറ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മണ്ണിട്ട് നിലം പൊക്കിയിട്ടുമുണ്ട്. ಕೆಲವು ಈಗ ನೋಡಿ ಕೇರಳ ಹೆಂಗ್ಸ್ ಒಂದು ಮಣ್ಣು ಮಾಡಿದಂತು, ಅಲ್ಲಿ ಹೋಗಿ ನೋಡಿದ್ವಿ ಬಂಡೆಕಲ್ಲು ಮುಚ್ಚಿ ಹೋಗಿದೆ. ಆ ಬಂಡೆಕಲ್ಲು 4 ಫೀಟ್ ಮೇಲೆ ಇತ್ತು. ಈಗ ಬಂಡೆಕಲ್ಲು ಮಣ್ಣು ಮುಚ್ಚಿದೆ, ಅಲ್ಲಿ ಮಣ್ಣು ಸುರಿದಿದ್ದಾರೆ. ഭൂപ്രകൃതിയിലുണ്ടായ വലിയ മാറ്റം തെരച്ചിലിനെ സാരമായി ബാധിക്കുന്നുണ്ട്. താൻ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞാണ് മടങ്ങിവന്ന് അന്വേഷണം ആവശ്യപ്പെട്ടത്. വിമർശകർ ക്ഷമയോടെ കാത്തിരിക്കണമെന്നും തൻ്റെ ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിയുമെന്നും സാക്ഷി പറഞ്ഞു. 24 ചെന്നൈ. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. പത്തനംതിട്ട റാന്നിയിൽ മൈജി ഫ്യൂച്ചർ ഷോറൂം പ്രവർത്തനം തുടങ്ങി. ചലച്ചിത്ര താരം ഹണി റോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മൈജി ഓണം മാസ് ഓണം സീസൺ 3യുടെ ആദ്യ നറുക്കെടുപ്പും നടന്നു. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനൊപ്പം ഹോം കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസ് ക്രോക്കറി ഐറ്റംസ് എന്നിവയും ഷോറൂമിൽ ലഭ്യമാണ്. ലോകോത്തര ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് മൈജിയിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ഷോറൂമിന്റെ ഉദ്ഘാടക സിനിമാ താരം ഹണി റോസ് പറഞ്ഞു. മൈജി ഫ്യൂച്ചറിൻ്റെ ഏറ്റവും പുതിയ ഷോറൂമാണ് ഇന്നിപ്പോൾ റാന്നിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. മൈജി ആയിട്ടുള്ളതിൻ്റെ ആത്മാന്തം എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷമായിട്ട് തുടങ്ങിയതാണ്. ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സുകളും ഹോം അപ്ലയൻസസും ഡിജിറ്റൽ അപ്ലയൻസസും അങ്ങനെ എല്ലാം, കിച്ചൺ അപ്ലയൻസസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, എല്ലാ ലോകോത്തരം ബ്രാൻഡുകളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മറ്റെവിടെയും കിട്ടാത്ത ഏറ്റവും വിലക്കുറവും ഏറ്റവും ഗുണമേന്മയുള്ള പ്രൊഡക്ട്സ് തന്നെയാണ് മൈജിയിൽ നിന്നും കൊടുക്കുന്നത്. കാലാവസ്ഥ റിപ്പോർട്ട്. മലയാള സംഗീത ലോകത്തെ അതുല്യ പ്രതിഭകൾ ഒരൊറ്റ വേദിയിൽ ഒന്നിക്കുന്ന ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കാലിക്കറ്റ് റെഡ് സെന്ററിൽ നാളെ വൈകിട്ടാണ് പരിപാടി. സൗജന്യ പ്രവേശന പാസ് കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ 24 ഫ്ലവേഴ്സ് ഓഫീസിൽ നിന്നും ഓൺലൈനായും സ്വന്തമാക്കാം. മലയാളികൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സംഗീത താര സംഗമമാണ് നാളെ കോഴിക്കോട് നടക്കുക. ഫീസില്ലാതെ എല്ലാവർക്കും പ്രവേശനമെന്നതാണ് പരിപാടിയുടെ പ്രത്യേകത. വിവിധ വിഭാഗങ്ങളിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച സംഗീത പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ താരങ്ങളെത്തും. നമുക്ക് വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ഷോയാണ് നമ്മളിതിനു വേണ്ടി ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ സിസിറാമാണ്.
പുള്ളി കുറേ കാലത്തിന് ശേഷം കേരളത്തിലേക്ക് വരുന്നു. ഇത്രയും വലിയൊരു പോപ്പുലാരിറ്റിയിൽ നിൽക്കുന്ന സമയത്ത് അതൊരു നല്ല അട്രാക്ഷനാണ്. സിനിമയ്ക്ക് പുറത്തുള്ള സംഗീതത്തിനെ നമ്മൾ ആദരിക്കുന്നുണ്ട്. പ്രശസ്ത പിന്നണി ഗായകരായ സിദ് ശ്രീറാം, മധു ബാലകൃഷ്ണൻ, ഹരിശങ്കർ, സിതാര കൃഷ്ണകുമാർ, വൈക്കം വിജയലക്ഷ്മി, സൂരജ് സന്തോഷ്, ശിവാംഗി കൃഷ്ണകുമാർ, സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ, ജയ്ക് ബിജോയ്, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ദീപു നൈനാൻ തോമസ്, വിനായക് ശശികുമാർ തുടങ്ങിയവർ സംഗീത നിശയ്ക്ക് മാറ്റുകൂട്ടും. വൈകിട്ട് 6 മുതൽ സംഗീത വിരുന്ന് ആരംഭിക്കും. സൗജന്യ പ്രവേശന പാസ് എരഞ്ഞിപ്പാലത്തെ 24 ആൻഡ് ഫ്ലവേഴ്സ് ഓഫീസിൽ നിന്നും ഓൺലൈനായും സ്വന്തമാക്കാം. 24 കോഴിക്കോട്. പല ജില്ലകളിലും മഴ പെയ്യുന്നുണ്ട് എന്ന് പ്രേക്ഷകർ നമ്മളെ അറിയിക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ജില്ലയിൽ തീവ്ര അല്ലെങ്കിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുകളൊന്നുമില്ല. ഈ യെല്ലോ മുന്നറിയിപ്പ് മാത്രമാണ് ഉള്ളത്. ഏറ്റവും ഒടുവിൽ വന്ന കാലാവസ്ഥാ റിപ്പോർട്ടിലും ഇത്തരത്തിൽ യെല്ലോ മഴ മുന്നറിയിപ്പ് മാത്രമേ ഉള്ളൂ എന്നുകൂടി അറിയിക്കുകയാണ്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ഇനി വൻ വാർത്തയിൽ സുഹൈൽ മുഹമ്മദ് ചേരും. നമസ്കാരം.